പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 15-ാം തിരുവചനമാണ്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിന് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചു. അപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി യേശു മരിച്ചത് നാം നമുക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്ത യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26 പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനമെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നാം ശക്തി പ്രാപിക്കും, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം എത്തുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും എന്ന്. അപ്പം അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു ജനിച്ചതും മരിച്ചതും ഉത്ഥാനം ചെയ്തതും ആ ബോധ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നാം നമുക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്ത് ഉത്ഥാനം ചെയ്ത ആ യേശുവിന് വേണ്ടി ജീവിക്കാൻ പ്രചോദനം നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. നാം നമ്മുടെ സ്വന്തമല്ലെന്നും യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ളൊരു ബോധ്യം തരുന്നതും പരിശുദ്ധാത്മാവാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള മനുഷ്യ ഹൃദയത്തിൻ്റെ ദാഹത്തെ തീർക്കാനായിട്ട് ശമിപ്പിക്കാനായിട്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവിനാണ്. അപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ദാഹത്തോടെ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.